Hello, ladies and gentlemen. Welcome back to our motor vlog. In our happy face. So, നമ്മൾ ഇതിന് കോർഫക്കാൻ മലനിരകളിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന ചെറിയൊരു മോട്ടോർ വ്ലോഗാണ്. ഫ്രം ദി ഹാർബർ. From the harbor, Khorfakan port. കോർഫക്കാൻ പോർട്ട് എന്ന് പറയുമ്പോൾ പോർട്ട്. Port. പോർട്ട്. We can see a very big mountain in front of us. കോർഫക്കാൻ ഫുജേറ എന്ന് പറയുമ്പോൾ മൗണ്ടൻസിന്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു എന്താ പറയുക സിറ്റി. എ സിറ്റി ഇൻ ബിറ്റ്വീൻ മൗണ്ടൻസ് അങ്ങനെ പറയാം. സൺഡേ ആയതുകൊണ്ട് ഭയങ്കര റഷ് കുറവാണ്. ഇറ്റ്സ് എ സണ്ണി ഡേ. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് 27 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെ സുഖമായി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റിയ ക്ലൈമറ്റ്. വണ്ടികളൊന്നുമില്ല. കോർഫക്കാനിൽ നല്ല എന്താണ് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ല മാമ? പക്ഷേ ഞാൻ കണ്ടത് റൗണ്ട് അബൌട്ട്സും ഉണ്ട് ഇവിടെ. റൗണ്ട് അബൌട്ട്സ് ഉണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. സെറ്റൊക്കെ വെച്ച്. And usually what do you think? ഇവിടെ ഒത്തിരി ട്രാഫിക് വരുന്ന സ്ഥലമാണോ? ഇല്ല, കമ്പാരിറ്റീവ്ലി ദുബായ്, ഷാർജ, അജ്മാനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്ര ട്രാഫിക് വരാനുള്ള ഏരിയ ഇല്ല ഇത്. ശാന്തസുന്ദര ഗ്രാമം എന്ന് പറയാം. കോർണിഷ് സൈഡിലൂടെയാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ കോർണിഷാണ്. മൗണ്ടൻസ് ഫ്രണ്ടിൽ കാണാം. നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന്. മൗണ്ടനും കോർണിഷും ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കൂടി വരുമ്പോൾ കണ്ട ഇവിടുത്തെ റൗണ്ട് അബൌട്ട്സിൽ അവർ ഭയങ്കര ഭംഗിയായിട്ട് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല എന്താ പറയുക ഗാർഡനിങ് ചെയ്യും. കണ്ട നല്ല വൃത്തിയും വെടുപ്പുമായി വെച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം കോർഫക്കാൻ. മലകളൊക്കെ കയറിയിട്ട് വേണം പോകാൻ. പോകുന്ന വഴിയിൽ നമുക്ക് 4-5 ടണലുകൾ കിട്ടും. പിന്നെ മൗണ്ടൻ വ്യൂവും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു നല്ല വ്യൂ ആവുന്ന കണ്ട ഈ റൗണ്ട് അബൌട്ട് ഫ്ലവേഴ്സൊക്കെ ആയിട്ട്. നൈറ്റ് കാണാനും വേറെ ലുക്കാണ് കേട്ടോ. ഇവർ ഓൾറെഡി ലൈറ്റിങ്സും കാര്യങ്ങളെല്ലാം നല്ല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ലുക്ക് വരുന്നുണ്ട്. ഖൽബ ഷാർജ റോഡ്. But I can see a lot of restaurants and cafes ഈ ഏരിയയിൽ. കുറേ കഫേസും റെസ്റ്റോറൻറ്റ്സും കാണാനുണ്ട്. അത് കറക്റ്റാണ് എന്ന് പറഞ്ഞത്. റമദാൻ ടൈം ആയതുകൊണ്ടാണ് കടകളെല്ലാം ക്ലോസ് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ യൂഷ്വലി ഇതെല്ലാം ഓപ്പൺ ആവേണ്ട ടൈമായി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയ ഒരു ടൗൺ അല്ലേ? പഴയ രീതിയിലുള്ള ഒരു ടൗണും എന്ത് വലിയ മൗണ്ടനാ ഫ്രണ്ടിലാണ്. നൈസ് ഓൾസോ. ഇവിടെ കൂടുതൽ വീടുകളാണ് കാണാനുള്ള കമ്പാരിറ്റീവ്ലി. മറ്റു സ്ഥലങ്ങളിലെല്ലാം ഫ്ലാറ്റ് അങ്ങനത്തെ ഫ്ലാറ്റ്സ് കുറവാ. ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാ. ഇൻഡിവിജ്വൽ ഹൗസസ് ആയോട് രണ്ട് സൈഡിൽ ഇപ്പം കാണാം. അതുപോലത്തെ നമ്മുടെ സ്പീഡ് കൂടുതലാന്ന് പറഞ്ഞിട്ട് അതിൽ കണ്ടവര് കരയുന്ന ഇമോജി. കരഞ്ഞ് And comparatively the speed limit also here is very less, right? ഭയങ്കര കുറവാ. The same goes for Alain as well. ഇവിടെ എനിക്ക് ട്രാഫിക് കുറവായതുകൊണ്ടാവും അവര് സ്പീഡ് ലിമിറ്റും കുറച്ച് വെക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും അടിച്ചു വിടുന്നത്. നമ്മൾ മൗണ്ടൻസ് കീഴടക്കാനായി
കയറാൻ പോകുന്നു. Wow. Then again one more beautiful roundabout കവർ ചെയ്തുകൊണ്ട് നമ്മൾ ദേ ഷാർജ ദിബ്ബ റോഡിലേക്ക് കയറുന്നു. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് ഷാർജ ദുബായ്, ഷാർജ ദിബ്ബ അല്ല, ഷാർജ ദുബായ്. See the road speed is showing it's here 80. ആ മൗണ്ടൻസ് നോക്കിയടി, എത്ര മലകൾ ഇങ്ങനെ അടക്കി അടക്കി വെച്ചിരിക്കുന്ന പോലെ. പല കളർ കണ്ട, കളർ കോമ്പിനേഷൻ. And അടുത്ത് നോക്കിയാൽ ഇറ്റ്സ് ലൈക്ക് സ്റ്റോൺസ്, മത്ലബ് ഇൻഡിവിജ്വൽ സ്റ്റോൺസ് നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണാം നമുക്ക്, ഇൻഡിവിജ്വൽ സ്റ്റോൺസ് ആയിട്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എ പ്രോപ്പർ മൗണ്ടൻ തിങ്. പാളികളായിട്ട് അടക്കി വെച്ചിരിക്കുന്ന പോലത്തെ മൗണ്ടൻസ്, വേറെ ഷേപ്പ്ലെസ് സ്റ്റോൺസ് ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തൊരു മൗണ്ടൻ വന്നേക്കും. ഇത് വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം ഭംഗിയുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ബട്ട് റിയലി നമ്മൾ വന്ന് കാണുമ്പോൾ ഇറ്റ്സ് നല്ലൊരു വ്യൂ തന്നെയാട്ടോ. ഇപ്പോൾ ഈ കെർവ് തിരിഞ്ഞ് വരുമ്പോൾ കാണുന്ന മൗണ്ടൻസ് ആയാലും അതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും കണ്ട. കരിങ്കല്ല് തന്നെ കണ്ട, റൈറ്റ് സൈഡിൽ നമുക്ക് ഇതിൻ്റെ ക്ലോസ് ലുക്ക് കാണാം. കരിങ്കല്ലാണ് അത് പാളി പാളിയായിട്ട് ചീളായിട്ട് ഇരിക്കുന്നതാണ്. ഷാർജത്ത് എന്തോ ഒരു കടയും കിട്ടാൻ സാധ്യതയില്ല, കാരണം മൗണ്ടൻ ഏരിയ ആണ്. ഫുൾ റോഡ് ഈ ഒരു വൈബ് തന്നെയാവും വരും. രണ്ട് മലകളുടെ സെന്ററിലൂടെ ഒരു യാത്ര, അത് വല്ലാത്തൊരു യാത്ര തന്നെയാണ്. ഇത് കണ്ട, മണ്ണിടിയ അല്ലെങ്കിൽ പാറ ഇടിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടി അവർ എന്തോ ഒരു സ്പെഷ്യൽ കോട്ടിങ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നോ ഇത് സിമെന്റ് അടിച്ച പോലെ. ഞാൻ അടുത്ത മൗണ്ടന്റെ അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം. ഫ്രണ്ടിൽ കാണുന്ന പാറ കണ്ട, അതെന്തോ ചെറിയ ചെറിയ സ്റ്റോൺസ് ഇട്ട പോലെ ഉണ്ട് അല്ലേ, ഇങ്ങനെ അത് കൂമ്പാരാക്കിട്ട് വെച്ച പോലെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലൊരു പോർട്ട് ഇത് കണ്ട, പഴയ ഒരു ബിൽഡിംഗ് പോലത്തെ പഴയൊരു സിറ്റി. ആ മൗണ്ടന്റെ മേലെ അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അത് നോ ദാറ്റ്സ് എ ടൂറിസ്റ്റ് സ്പോട്ട്. ഇവിടെ റൈറ്റ് സൈഡിലൊരു ഡാം ഉണ്ട്. ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടേക്ക് പോകാനായിട്ടുള്ള റോഡാണ് ഇത് കേട്ടോ, റൈറ്റ് എടുത്ത് പോകാം. ഐ തിങ്ക് ഞാനൊരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരു ഈദ് ഹോളിഡേയ്സിനാണ്. എന്ത് ഭംഗിയിലല്ലേ, പനയായാലും ഗ്രീനറി ആയാലും ഉള്ള സ്ഥലങ്ങൾ അവർ ഭയങ്കര വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ തന്നെ ഡാം. നമ്മളിപ്പോൾ ഒരു ഡാം ക്രോസ് ചെയ്തിട്ട് ഇത് എങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അൽ റഫീസ ഡാം. കണ്ട, ആ മൗണ്ടൻ കട്ട് ചെയ്തിട്ട് ആ മല, അത് കല്ല് ഒറ്റ സ്ലോപ്പ് ഇട്ട് കഴിഞ്ഞാൽ കല്ല് പെട്ടെന്ന് താഴേക്ക് വീഴും. ഇനി അതിനു വേണ്ടി എന്തൊക്കെയോ ഒരു ടെക്നിക്കാണ് ചെയ്യുന്നത്. അതിന്റെ മേലെ ഒരു സിമെന്റ് പോലത്തെ ഒരു സാധനം അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. That's what I'm talking about. ഫ്രണ്ടിലത്തെ വ്യൂ നോക്കുമ്പോൾ ഇതേപോലെ തന്നെ ജബൽ ജെയ്സ് പോകുമ്പോഴും ഫുജൈറ ആ വഴിക്കൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ സെയിം ഒരു പാറ്റേൺ ആണ്. ജബൽ ജെയ്സ് പോകുമ്പോൾ പോയിട്ടില്ല, അവിടെ ഫുള്ള് മൗണ്ടൻസ് ആണ്. ഇത് മൗണ്ടൻ കയറാനാണ് ജബൽ ജെയ്സ് പോകുന്നത്. But these mountains are not meant for trekking and hiking. Some areas, special areas ഉണ്ട്, അവിടെയൊക്കെ ട്രക്കിംഗ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ കുറേ ട്രക്കിംഗ് സ്പോട്ട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാ മൗണ്ടനിലും അങ്ങനെ ധൈര്യമായിട്ട് പോകാൻ പറ്റില്ല. അതിന് ഡെസിഗ്നേറ്റഡ് ഏരിയകളുണ്ട്, അത് തന്നെ കവർ ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആണ്. ഇനി ഈ ഒരു ഓൺ ദി വേ തന്നെയാണ് നമുക്ക് 4 to 5 ടണൽസ് കവർ ചെയ്ത് പോകാനുള്ളത്.
അത് നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ? രാത്രി വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. മോർണിംഗ് എനിക്ക് തോന്നുന്നത് അതിനേക്കാളും നമുക്കിപ്പോൾ മൗണ്ടൻ കാണാലോ. ഫുൾ മൗണ്ടൻ കണ്ടുകൊണ്ട് നമ്മൾ ഇതിന്റെ ടണലിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതൊരു And one of them is a very long tunnel. Yeah, among these 4-5 tunnels, one of them is very long. The first tunnel നമ്മളിത് കയറാൻ പോകുന്നു. കണ്ട എന്തായാലും ആ ഒരു മൗണ്ടൻ ഫുള്ള് തുറന്ന് ഹോളാക്കിയൊക്കെ മുഹമ്മദ് ഹോളാക്കി പോയിരിക്കുക. എന്ത് ടെക്നോളജി ആവൂലെ, ഡ്രിൽ ചെയ്ത് ഫുള്ള് ഹോളാക്കി അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ളത്. എൻ്റെ അമ്മ